പെരിങ്ങോം-വൈക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഞാറ്റുവേലയോടനുബന്ധിച്ച് കർഷകർക്ക് ആവശ്യമായ വിത്തുകൾ, ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ, മറ്റ് കാർഷിക ഉൽപ്പാദന ഉപാധികൾ എന്നിവ ഒരിടത്തു നിന്ന് തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചന്ത സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ കൃഷിഭവൻ പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ കൃഷി ഓഫീസർ ജിതിൻ കെ.ആർ. സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ. ലളിത പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഞാറ്റുവേല ചന്തയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് സർക്കാർ പദ്ധതികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സീസൺ തുടങ്ങുന്ന ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് നടീൽ വസ്തുക്കൾ, ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ നമ്മുടെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് സർക്കാർ നമുക്ക് പ്രത്യേക ഒരു പദ്ധതിയായിട്ട് സാമ്പത്തിക സഹായങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രാദേശികമായിട്ട് നമ്മളെ കർഷകരിൽ നിന്ന്, കർഷക കൂട്ടായ്മകളിൽ നിന്ന്, അതുപോലെ നമ്മുടെ കാർഷിക കർമ്മസേനയിൽ നിന്ന് ഒക്കെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള നടീൽ വസ്തുക്കൾ നമ്മുടെ കർഷകർക്ക് അവരുടെ ആവശ്യാനുസരണം വിൽപ്പനയ്ക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കൃഷി ചെയ്യുന്ന കർഷകർ, തികച്ചും കൃഷിയിൽ വ്യാപൃതരായിരുന്ന, കൃഷി എന്ന ജീവിത മാർഗമായി സ്വീകരിച്ച ഒരു തലമുറ നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ പ്രകൃതിൻ്റെ ഓരോ ഭാവവ്യത്യാസങ്ങളും കണ്ട് ഇപ്പം നെല്ലിറക്ക, അല്ലെങ്കിൽ ഇപ്പം ഈ ചേന കൃഷി, കിഴങ്ങ് കൃഷി, അതുപോലെ പല കൃഷിയും ചെയ്യേണ്ട ഒരു കാര്യം അവർക്ക് അറിയാമായിരുന്നു. ഇന്ന് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ കാലാവസ്ഥയും ഒരു ഞാറ്റുവേലക്ക് നമുക്കങ്ങനെ പെട്ടെന്ന് നിർവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ പ്രകൃതി തന്നെ മാറിയിട്ടുള്ളത്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ ഈ നടത്തുന്നത് തികച്ചും നമ്മുടെ കണക്കുകൂട്ടലിൽ ഒരു ഞാറ്റുവേല സമയത്ത് തന്നെയാണ്. നേരത്തെ കുഞ്ഞുശേട്ടൻ പറഞ്ഞ പോലെ ഇപ്രാവശ്യമെങ്കിലും ഈ ഞാറ്റുവേലക്ക് മുമ്പ് തന്നെ എല്ലാ നടീൽ തൈകളും അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി തന്നെ മറ്റ് പഞ്ചായത്തുകൾ നടത്തുന്നതിനേക്കാൾ മുമ്പേ തന്നെ പെരിങ്ങോം ഗ്രാമപഞ്ചായത്തിൽ പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രജിത കെ. വി. മോഹനൻ, മനോജ് കുമാർ, മധുസൂദനൻ കെ.വി. തുടങ്ങിയവർ ആശംസ അറിയിച്ചു. ബീന പി.വി. ചടങ്ങിന് നന്ദി പറഞ്ഞു. ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികൾ പങ്കെടുത്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് ഞാറ്റുവേല ചന്തയും അതോടൊപ്പം കർഷക സഭയും എന്ന നിലയിലാണ് 2 പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത്. ഇവിടെ വളം ഉൾപ്പെടെ നൽകാൻ സാധിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുൻകൂട്ടി ഭരണസമിതി ഗ്രാമസഭകളെല്ലാം ചേർന്ന് നമ്മുടെ അപേക്ഷകളെല്ലാം വാങ്ങിയിട്ടുള്ളത്. വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഏറ്റവും അവസാനം, സാധാരണ നമുക്കങ്ങനെ വേഗം കൊടുക്കാൻ സാധിക്കില്ല, എപ്പോഴും വൈകലുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വൈകാൻ പാടില്ല, ഈ മാസം തന്നെ നമുക്ക് നൽകാൻ സാധിക്കണം, അല്ലെങ്കിൽ ആദ്യമെങ്കിലും കൊടുക്കാൻ സാധിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നമ്മൾ വലിയ വിശദീകരണം നടത്തേണ്ടതില്ല. അതെല്ലാം എനക്കൊന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എനക്കൊന്ന് ഏറ്റവും കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കൂടുതൽ താല്പര്യമുള്ള ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇത് കുറച്ചുകൂടി വിപുലീകരിച്ച് പൊതുജനങ്ങൾക്ക് ആകെ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഈ ഞാറ്റുവേല ചന്ത മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി കാർഷിക മേഖലയിൽ, അത് പച്ചക്കറിയുടെ ഉൽപ്പാദന മേഖലയിൽ ഉൾപ്പെടെ കുറച്ചും കൂടെ ഉണർവുണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ്. നടക്കുന്നതിന് കുറച്ച് വിശദമായ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഞാറ്റുവേല എന്ന് പറയുന്നത് നമുക്ക് കൃഷിക്ക് വേണ്ടി, അതുപോലെ വിത്ത് നടാനും അതുപോലെ ചെടികൾ മുളപ്പിക്കാനും പറ്റിയ സമയമാണ് ഞാറ്റുവേല. നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവരാണ് നിങ്ങൾ കർഷകർ. അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ പറയുന്നതിന് അപേക്ഷാ ഫോറം, അടുത്ത കടലാസ്, അങ്ങനെ ഞാൻ എടുത്തു പറയുന്നില്ല, ഒരു 6-7 സൈസ് അപേക്ഷ വേണം. 5 രൂപയാണ് ഇപ്പം ഒരു ഫോട്ടോസ്റ്റാറ്റിന്. ഒരു 3 സ്ഥലത്ത് ഇത് കൊടുക്കണമെങ്കിൽ എത്ര രൂപ വേണം? പിന്നെ ഒരു ദിവസത്തെ പണി മെനക്കെട്ട് പോയി ഈ ഫോട്ടോ കോപ്പി എല്ലാം എടുത്തുകൊണ്ട് കൊടുത്തിട്ട് അത് അവിടെ മുടുക്കിയിരിക്കുന്നല്ല കൃഷിക്കാർക്ക് കിട്ടുന്നതായ ഒരു ഇതും ഇപ്പം നമ്മൾ കാണുന്നില്ല. എൻ്റെ കൃഷിയിടത്തിൽ നിങ്ങൾ വന്നോ, ഞാൻ തമാശ പറഞ്ഞൊന്നുമല്ല. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് പയറ്, വെണ്ട, വെള്ളരി, കക്കിരി. ഒരാഴ്ച ഒരു തുള്ളി പോലും മഴ പെയ്തില്ല. അപ്പോൾ അതാണ് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാറ്റുവേല സമയത്താണ് എല്ലാ കാര്യങ്ങളും കുറിച്ചു വെക്കാൻ വേണ്ടി പഴയ ആൾക്കാർ തയ്യാറാവുക. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആ ഒരാഴ്ച ഒരു സംഭവം ഉണ്ടായില്ല.
പിന്നെ നമ്മുടെ മധു സംസാരിച്ചു. നമ്മുടെ ഞാറ്റുവേലയിലും അതുപോലെ തന്നെ ഈ നടിയിൽ വിവാദത്തിൻ്റെ കാര്യത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഞാറ്റുവേലയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷി നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ കാർഷിക വ്യതിയാനത്തിൽ വരുന്ന വ്യത്യാസം കാരണം നമ്മൾ എല്ലാ കൃഷിനെല്ലാം തകിടം പറഞ്ഞത്. അതിനെ അതിജീവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം കൃഷിയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഈ ജൂൺ തൊട്ടിട്ട് ഈ അടുത്ത മെയ് വരുന്ന കാർഷിക വൃത്തികൾ അങ്ങനെ ഈ ഞാറ്റുവേലകൾ ഇപ്പം പറഞ്ഞിട്ട് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസനീയമായ ചികിത്സയും 24 മണിക്കൂർ അത്യാഹിത സേവനവും ജനറൽ മെഡിസിൻ, ENT, ഫിസിയോതെറാപ്പി, ശിശുരോഗ വിഭാഗം, ECG, ലാബ്, ഫാർമസി തുടങ്ങി സമഗ്ര ആരോഗ്യ സേവനങ്ങൾ ഇനി ഒരൊറ്റ കൊടക്കീഴിൽ. നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് മലബാർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പാടിയൊട്ടിച്ചാൽ കരുതലോടെ ആരോഗ്യത്തിന്റെ നേർരേഖ.